ഹലോ ഗൈസ്, ഈ പുട്ടും ബീഫും എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരില്ലേ? നമ്മൾ മലയാളികൾക്ക് അതൊരു വികാരമാണല്ലേ. അപ്പം നമ്മളെ പുട്ടിക്ക് പറ്റിയ സിമ്പിളായിട്ടുള്ള ബീഫ് കറിൻ്റെ റെസിപ്പിയാണിത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി, ഈ 4 സാധനങ്ങൾ അടിച്ചങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കുക. ആ ബീഫ് ഒരു ചെരുവത്തിക്ക് അങ്ങോട്ട് തട്ടിയിട്ടേ അതിക്ക് ചെറുതാക്കി എഴിഞ്ഞിട്ടുള്ള തക്കാളി, അതേപോലെ തന്നെ വെല്ലുള്ളി, പട്ട, ഗ്രാമ്പൂ, കറുകപ്പട്ട, പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പേസ്റ്റും കുറച്ച് മീറ്റ് മസാലയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയായിട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല അടിപൊളി ഉരുളിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിലെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിലാണ് വെക്കണമെന്ന് വെച്ചെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളെ ഫുഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഇളക്കലാട്ടോ. ആ ബീഫിനോടുണ്ടല്ലോ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിനൊക്കെ പ്രണയം തോന്നുന്ന വിധത്തിൽ ഇളക്കി മറിച്ചെടുക്കണം. ഒരു ഫുഡ് നന്നാവണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണ പാചകക്കാരനും അതിനോട് നല്ല മുഹബത്ത് വേണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം അതുപോലെ ബീഫിനോടൊരു മുഹബത്ത് തോന്നിയ നേരത്താണ് കേട്ടോ നമ്മൾ ഈ ബീഫ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇത്രയും കൂടി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബീഫിൽ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ചേർത്തിട്ട് നേരെ അങ്ങോട്ട് അടുപ്പിലാണ് കയറ്റിക്കോളി. പിന്നെ വേറെ ഒന്നും നോക്കണ്ട. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ബീഫ് അങ്ങോട്ട് കടന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാണ്ടല്ലോ അടാറൊരു ഐറ്റം ബീഫ് അങ്ങോട്ട് റെഡിയായി. കുരുമുളക് നമ്മളതിൽ ചേർത്ത് കൊടുക്കാൻ അങ്ങോട്ട് മറന്നിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. ഇതൊരു 1.5 മണിക്കൂറാണ് തിളച്ചിട്ടേ ആ അടുപ്പത്ത് നിന്ന് അങ്ങോട്ട് വാങ്ങി വയ്ക്കുക. അവസാനമായിട്ടൊരു പൊടിക്കൈ എന്നൊക്കെ പറഞ്ഞൊരു ഐറ്റം അല്ലേ, അതിന് വേണ്ടിയിട്ടില്ലേ ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ചെറിയുള്ളിയും കറിവേപ്പിലും കൂടി എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് വഴറ്റിയെടുത്തിട്ടേ ആ ബീഫിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് തൂകി കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ മക്കളെ, അതിനൊരു സ്മെല്ല് വരാണ്ട്. ഈ ബീഫിലാണെങ്കിൽ ഹൈലൈറ്റ് ആയിട്ട് കിടക്കണം നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പൊടിക്കൈയാണ് കേട്ടോ. അപ്പോൾ അത്രയും കൂടിയാണ് ചെയ്തിട്ട് അത് അങ്ങോട്ട് അടച്ചു വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ പുട്ടിക്കൊക്കെ പറ്റിയ അടാറൊരു ബീഫ് കറി. പിന്നെ ഇന്ത്യ വർണ്ണന കണ്ടിട്ട് മാത്രങ്ങൾ നിൽക്കണ്ട കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയും. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാം.